ഹായ് എവരിവൺ. എല്ലാ റിസൾട്ട് വരുന്ന ദിവസങ്ങളും ഒരു മിക്സഡ് ഫീലിംഗ് ഉള്ള സമയമാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ വിജയകഥകൾ കേൾക്കുന്നതിനോടൊപ്പം 2 മാർക്കിനും അതായത് ഒരു ചോദ്യത്തിനൊക്കെ JRF ഒക്കെ മിസ്സായി പോയവരുടെ സങ്കടങ്ങളും കേൾക്കാനിടയാവാറുണ്ട്. നമ്മുടെ ഈ സക്സസ് സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇതുവരെ വന്ന റിസൾട്ടുകളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:23 വരെയുള്ള സമയത്തെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ 10 മണിക്ക് റിസൾട്ട് വന്നപ്പോൾ തുടങ്ങി വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവധി ദിവസം ആയതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു തുടക്കത്തിൽ. എങ്കിൽ പോലും വിജയികളുടെ ഇതുവരെയുള്ള കൗണ്ട് നോക്കുമ്പോൾ 22 പേർക്കാണ് JRF I+നോടൊപ്പം പഠിച്ച് അവരുടെ മികവ് കൊണ്ട് വിജയത്തിലേക്ക് JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചത്. 200 ജസ്റ്റ് അടുത്ത് 197 വിദ്യാർത്ഥികൾക്കാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ PhDക്കുള്ള എലിജിബിലിറ്റി നേടിയ ടോട്ടൽ 381 ആൾക്കാരും I+ന്റെ ടീമിനോടൊപ്പം പഠിച്ചവരുണ്ട്. ഇതിലധികം പേര് ഇനിയും റിസൾട്ടും സ്കോർ കാർഡും ഒക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളെ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. ഈ വിജയികളുടെ ഇന്റർവ്യൂകളിലൂടെ അവരുടെ ഇൻസൈറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇനിയും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല, കുറച്ച് സ്കോറുകൾക്കാണ് മിസ്സായി പോയതെങ്കിൽ I+ന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചായിട്ട് നമ്മൾ ഓഫ്ലൈൻ തുടങ്ങേണ്ടത് കൊണ്ട് തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓൺലൈൻ കോഴ്സിൻ്റെ ഫീസ് മാത്രം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് അടുത്ത മാസങ്ങളിലേക്ക് ജൂണിലെ എക്സാം വരെ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് JRF നോക്കി എയിം ചെയ്ത് പഠിക്കാം. അത് മാത്രമല്ല, ക്വാളിഫൈ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സൈക്കിളിലേക്ക് റിപ്പീറ്റ് ചെയ്യാനും ഓഫ്ലൈൻ ബാച്ചിൽ ഒരു അവസരം നൽകുന്നുണ്ട്. അതുപോലെ ഇനിയും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒന്നും വരാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ അടക്കം നമ്മൾ ഒരുക്കുന്നുമുണ്ട്. അപ്പോൾ എന്ത് ആണെങ്കിലും നിങ്ങൾ ഇനിയും നിരാശപ്പെട്ടിരിക്കാതെ 1-2 ദിവസം ഒരു വിഷമിക്കാനൊക്കെ നമുക്ക് ധാർമ്മികമായ ഒരു അവകാശമുണ്ട്. അതിനായിട്ടൊരു സ്പേസ് കൊടുക്കേണ്ടതും ആവശ്യമാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ പരീക്ഷയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്, പ്രിപ്പറേഷനിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. PhDക്കുള്ള അഡ്മിഷൻ അടക്കം നെറ്റ് പരീക്ഷ കൂടുതൽ റെലവൻസോടുകൂടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ജൂൺ സൈക്കിൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഇനിയും വൈകണ്ട. നമ്മുടെ എയിം JRF 2025 ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ക്വാളിഫൈ ചെയ്യാനാകാത്തവർ അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിജയിച്ചവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.